ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയ ആ രാത്രിയിൽ കാരക്കാസിലെ പ്രസിഡൻഷ്യൽ പാലസിന് മുകളിൽ നിശബ്ദതയുടെ ഒരു കനത്ത പുതപ്പ് വീണ് കിടക്കുകയായിരുന്നു. നഗരത്തിലെ തെരുവുവിളക്കുകൾ മിന്നിമറയുന്നു. ദൂരെ കരീബിയൻ കടലിൽ നിന്നും വീശുന്ന കാറ്റിന് അന്നേരം ഒരു വല്ലാത്ത തണുപ്പായിരുന്നു. നഗരം ഉറങ്ങുകയാണ്. പക്ഷേ ആ കൊട്ടാരത്തിന്റെ നിഗൂഢമായ ഇടനാഴികളിൽ മരണത്തിൻ്റെതായ ഒരു നിശബ്ദത തളം കെട്ടി നിന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അത്യാധുനിക ആയുധങ്ങളേന്തിയ ഒരു സംഘം നിഴലുകളെപ്പോലെ കൊട്ടാരത്തിന്റെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഇരച്ചു കയറിയത്. കാവൽ നിന്ന പട്ടാളക്കാർക്ക് പോലും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഒരു വെടിയച്ച പോലുമില്ലാതെ നിഴൽ യുദ്ധത്തിൽ പരിശീലനം ലഭിച്ചവർ ആ രാജ്യത്തിന്റെ പരമാധികാരത്തെ വെറും കടലാസ തുണ്ടുപോലെ വലിച്ചു കീറിയെറിഞ്ഞു. ലോകത്തിന്റെ യജമാനന്മാരെന്ന് സ്വയം പ്രഖ്യാപിച്ചവർ ആ കൊട്ടാരത്തിന്റെ വാതിലുകൾ തകർത്ത് അകത്തേക്ക് കയറി. അവിടെ നിന്നും അവർ ആ രാജ്യത്തിന്റെ അമരക്കാരനെ പിടിച്ചിറക്കി കൊണ്ടുപോയി. ഒരു കള്ളനെ പോലെ വന്ന് ആരുമറിയാതെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ റാഞ്ചിക്കൊണ്ടുപോകുന്ന ഈ അന്താരാഷ്ട്ര പിടിച്ചുപറി ലോകത്തിന് നൽകുന്ന സന്ദേശം ഒന്നേ ഉള്ളൂ. അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്തവർക്ക് ഈ ഒരു വിധി മാത്രമേ ഉള്ളൂ. മൈൽ സ്റ്റോണിന്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങളും വിമർശനങ്ങളും എന്തു തന്നെയാലും രേഖപ്പെടുത്തുക. ഇത് ഏതെങ്കിലും ഹോളിവുഡ് ക്രൈം ത്രില്ലർ സിനിമയിലെ രംഗമല്ല, മറിച്ച് വെനിസ്വല എന്ന സ്വതന്ത്ര രാജ്യത്തിനുമേൽ അമേരിക്ക ചാർത്തിയ ക്രൂരമായ വിധിവാചകത്തിന്റെ ബാക്കിപത്രമാണ്. ലോക പോലീസുകാരൻ എന്ന മുഖം മൂടിയണിഞ്ഞ് അമേരിക്ക നടത്തുന്ന ഓരോ നീക്കത്തിന് പിന്നിലും നിഗൂഢമായ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ അവർ പറത്തുവിടുന്നത് ബോംബുകൾ വർഷിക്കാനുള്ള ദൂരപരിധി അളക്കാനാണെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു. വെനിസ്വലയുടെ തെരുവുകളിൽ ഇന്ന് പട്ടിണിയും പരിവട്ടവുമാണെങ്കിൽ അതിനു പിന്നിൽ അമേരിക്ക മെനഞ്ഞെടുത്ത ആസൂത്രിതമായ സാമ്പത്തിക ഉപരോധത്തിന്റെ കഥയുണ്ട്. ആ രാജ്യത്തെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ കണ്ണുവെച്ചുകൊണ്ട് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അവർ നടത്തിയ നീക്കങ്ങൾ ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ജനങ്ങളുടെ ക്ഷേമമല്ല, മറിച്ച് വാഷിംഗ്ടണിലെ ചതുരംഗക്കളത്തിൽ തങ്ങൾക്കനുകൂലമായ കരുക്കൾ നീക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. വെനിസ്വലയെ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച ഏറ്റവും മാരകമായ ആയുധം ബോംബുകളല്ല, മറിച്ച് സാമ്പത്തിക ഉപരോധങ്ങളാണ്. ഹ്യൂഗോ ഷാവേസ് 2000-കളിൽ അധികാരമേൽക്കുമ്പോൾ അതിദാരിദ്ര്യത്തിലായിരുന്ന ജനങ്ങൾ 50%. എണ്ണ വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഭൂരിഭാഗവും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. 50% ഉണ്ടായിരുന്ന അതിദാരിദ്ര്യം 25%-ലെത്തിക്കാൻ ഒരു ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തോക്കുപയോഗിക്കാതെ എങ്ങനെ തകർക്കാം എന്നതിന് വെനസ്വല ഒരു പാഠപുസ്തകമാണ്. വെനസ്വലയുടെ കേന്ദ്ര ബാങ്കിനെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ഒറ്റപ്പെടുത്തിയ അമേരിക്ക ആ രാജ്യത്തിന്റെ എണ്ണ വിൽപ്പന തടസ്സപ്പെടുത്തി. പ്രതിവർഷം ശതകോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് ഇതിലൂടെ ആ രാജ്യം നേരിട്ടത്. ഏകദേശം $30 ബില്യൺ അധികം വരുന്ന വെനസ്വലൻ ആസ്തികൾ അമേരിക്കൻ ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ടു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിച്ചിരുന്ന $1.2 ബില്യൺ വിലമതിക്കുന്ന സ്വർണ്ണശേഖരം പോലും ആ രാജ്യത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായില്ല. ഇതിന്റെ ഫലമായി വെനസ്വലയിൽ പണപ്പെരുപ്പം ആകാശത്തോളം ഉയർന്നു. അത്തരത്തിൽ പണപ്പെരുപ്പം ഉയരുന്നതിന് പിന്നിൽ ഒരേയൊരു കാരണമേ ഉള്ളൂ. ആ കാരണം അമേരിക്ക മാത്രമാണ്. അമേരിക്ക തന്നെ ഉണ്ടാക്കിയെടുത്ത കാരണങ്ങളാണ് അവിടുത്തെ സർക്കാരിന് ജനങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും മോശക്കാരാക്കിയത്. അമേരിക്ക തന്നെ ഉണ്ടാക്കിയെടുത്ത കാരണങ്ങളാൽ ഒരു സർക്കാരും രാജ്യവും തകരുകയും അതേ കാരണം പറഞ്ഞ് അവിടുത്തെ അധികാരികളെ സമാധാനത്തിന്റെ കള്ളമുഖം മൂടിയണിഞ്ഞ് ജനാധിപത്യ വിരുദ്ധമായി കശാപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ലോകം ഒരു ഉളുപ്പുമില്ലാതെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ സ്വയം ലജ്ജ തോന്നുന്നു. യുണൈറ്റഡ് നാഷണൽ പോലെയുള്ള നാടക കമ്പനികളിൽ ടോയ്ലറ്റ് പേപ്പറിന്റെ വിലയില്ലാത്ത കടലാസുകളും ചർച്ചകളും ഇനി നടക്കും. ഒടുവിൽ അമേരിക്കയുടെ കാലുകളിൽ സാഷ്ടാംഗം നമിച്ച ശേഷം പൊടിയും തട്ടി അടുത്ത നാടകത്തിനായി തയ്യാറെടുക്കും. മരുന്നും ഭക്ഷണവും കിട്ടാതെ സാധാരണ ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദുരിതങ്ങളെല്ലാം സൃഷ്ടിച്ച ശേഷം അമേരിക്കൻ മാധ്യമങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, നോക്കൂ, സോഷ്യലിസം ആ രാജ്യത്തെ തകർത്തിരിക്കുന്നു, അവിടെ ജനാധിപത്യം കൊണ്ടുവരാൻ ഞങ്ങൾ ഇടപെടേണ്ടിയിരിക്കുന്നു. എത്ര വിരോധാഭാസമാണിത്! ഒരു രാജ്യത്തെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് അവർ ശ്വസിക്കുന്നില്ലെന്ന് പരാതി പറയുന്ന കൊലയാളിയുടെ ക്രൂരതയാണിത്. ചരിത്രം പരിശോധിച്ചാൽ CIA എന്ന ചാരസംഘടന ലാറ്റിൻ അമേരിക്കയിൽ നടത്തിയ അട്ടിമറികളുടെ നീണ്ട നിര കാണാം. 1973 ചിലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സാൽവദോർ അലൻഡെ ഭരണകൂടത്തെ തകർത്ത് പിനോഷെ എന്ന ഏകാധിപതിയെ വാഴിച്ചത് ഇതേ അമേരിക്കയാണ്. ഗ്വാട്ടിമാലയിലും നിക്കാരാഗ്വയിലും പനാമയിലും അവർ നടത്തിയ നിഴൽ യുദ്ധങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു. സ്വന്തം താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത ഭരണാധികാരികളെ ഏകാധിപതികൾ എന്ന് മുദ്രകുത്തി പുറത്താക്കുക എന്നത് അവരുടെ സ്ഥിരം പരിപാടിയാണ്. വെനസ്വലയിൽ നിക്കോളാസ് മറുഡയെ താഴെയിറക്കാൻ ജുവാൻ ഗൈഡോ എന്ന ഒരു പാവയെ പ്രസിഡന്റായി അവർ പ്രഖ്യാപിച്ചത് ഇതേ CIA തിരക്കഥയുടെ ഭാഗമാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ പ്രസിഡന്റിനെ മാറ്റാൻ മറ്റൊരു രാജ്യത്തിന് എന്ത് അധികാരമാണുള്ളത്?
പക്ഷേ അധികാരത്തിൻ്റെ മതം തലയ്ക്ക് പിടിച്ച സാമ്രാജ്യത്വത്തിന് അന്താരാഷ്ട്ര നിയമങ്ങൾ വെറും തമാശകൾ മാത്രമാണ്. അമേരിക്കയുടെ ഈ അധിനിവേശങ്ങൾക്ക് വെള്ളപൂശാൻ ആഗോള മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അതിശയിപ്പിക്കുന്നതാണ്. CNN മുതൽ BBC വരെയുള്ള വൻകിട മാധ്യമങ്ങൾ അമേരിക്കയുടെ വിദേശ നയങ്ങളെ മനുഷ്യത്വപരമായ ഇടപെടലുകൾ ഹ്യൂമാനിറ്റേറിയൻ ഇൻ്റർവെൻഷനായി ചിത്രീകരിക്കുന്നു. ഇറാഖിൽ എണ്ണയ്ക്ക് വേണ്ടി നടത്തിയ യുദ്ധത്തെ ഇറാഖി ഫ്രീഡം എന്നവർ വിളിച്ചു. അഫ്ഗാനിസ്ഥാനിലെ അധിനിവേശത്തെ ഭീകരവാദ വിരുദ്ധ പോരാട്ടം എന്ന് വാഴ്ത്തി. ഈ മാധ്യമങ്ങൾ ഒരിക്കലും തകർക്കപ്പെട്ട വീടുകളെക്കുറിച്ചോ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് സാധാരണക്കാരെക്കുറിച്ചോ സംസാരിക്കില്ല. പകരം അമേരിക്കൻ പട്ടാളം വിതരണം ചെയ്യുന്ന ചോക്ലേറ്റുകളെക്കുറിച്ചും അവർ പണിയുന്ന കപട ജനാധിപത്യത്തെക്കുറിച്ചും വാർത്തകൾ നിർമ്മിക്കും. വെനസ്വലയുടെ കാര്യത്തിലും സംഭവിച്ചത് ഇതുതന്നെയാണ്. സാമ്പത്തിക ഉപരോധം മൂലം മരിച്ചു വീഴുന്ന കുട്ടികളെക്കുറിച്ച് മിണ്ടാത്ത മാധ്യമങ്ങൾ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ച് സംസാരിക്കാൻ പേജുകൾ നീക്കിവെക്കുന്നു. സത്യത്തെ കുഴിച്ചുമൂടി പച്ചക്കള്ളങ്ങൾ വിൽക്കുന്ന ഈ മാധ്യമയുദ്ധം അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തിയാണ്. അഫ്ഗാനിസ്ഥാനിലെ പർവ്വതനിരകളിൽ അവർ വിതച്ച വിത്തുകൾ ഇന്ന് അവിടെ വൻ മരങ്ങളായി വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഒരിക്കൽ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ വേണ്ടി പണവും ആയുധവും നൽകി അമേരിക്ക തന്നെ വളർത്തിയെടുത്തവരാണ് പിൽക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദികളായി മാറിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ അവരെ വേട്ടയാടാനെന്ന വ്യാജേനെ അമേരിക്ക വീണ്ടും അവിടെ എത്തി. 10-20 വർഷം ആ രാജ്യത്തെ ചുട്ടരച്ച ശേഷം അവർ അവിടെ നിന്നും പിന്തിരിഞ്ഞു മടങ്ങിയപ്പോൾ അഫ്ഗാനിസ്ഥാൻ വീണ്ടും അതേ തീവ്രവാദികളുടെ കൈകളിൽ തന്നെ എത്തിച്ചേർന്നു. എന്തിനായിരുന്നു ആ യുദ്ധം? ആരുടെ താല്പര്യത്തിനായിരുന്നു ആ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ ബലി നൽകിയത്? ഉത്തരങ്ങൾ ലളിതമാണ്. ആയുധ കച്ചവടക്കാരുടെ ലാഭവും അമേരിക്കയുടെ അപ്രമാദിത്വവും സംരക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇറാഖിൻ്റെ കഥ ഇതിലും ഭീകരമാണ്. സദ്ദാം ഹുസൈൻ്റെ പക്കൽ രാസായുധങ്ങളുണ്ടെന്ന പച്ചക്കളം ലോകത്തിന് മുന്നിൽ എഴുന്നള്ളിച്ചാണ് അമേരിക്ക ഇറാഖിലേക്ക് പെയ്തിറങ്ങിയത്. ഇറാഖിലെ എണ്ണപ്പാടങ്ങൾക്ക് മേൽ പെയ്തിറങ്ങിയ ആ യുദ്ധമഴയിൽ ഒരു രാജ്യം തന്നെ ഇല്ലാതായി. ഒടുവിൽ സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയപ്പോഴും അവർ പറഞ്ഞു ഇത് ഇറാഖിലെ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന്. പക്ഷേ ഇന്നും ഇറാഖ് സമാധാനം എന്നറിഞ്ഞിട്ടില്ല. തകർക്കപ്പെട്ട നഗരങ്ങളും അനാഥരായ കുഞ്ഞുങ്ങളും മാത്രമാണ് അമേരിക്കൻ സമാധാന ദൗത്യം അവിടെ അവശേഷിപ്പിച്ചത്. അമേരിക്ക പോയിടങ്ങളിലൊന്നും പുഷ്പങ്ങൾ വിരിഞ്ഞിട്ടില്ല, മറിച്ച് ശവപ്പറമ്പുകൾ മാത്രമാണ് ഉണ്ടായത്. മറ്റൊരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കാൻ താൽക്കാലികമായി എടുത്തണിയുന്ന മുഖംമൂടി മാത്രമാണ് അവരുടെ സമാധാന ദൗത്യങ്ങൾ. അമേരിക്കയുടെ വിദേശ നയം എന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്ക് പുസ്തകം മാത്രമാണ്. അവിടെ മാനവികതയ്ക്കോ മനുഷ്യാവകാശങ്ങൾക്കോ സ്ഥാനമില്ല. തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരെ ഏത് വിധേനയും ഇല്ലാതാക്കുക എന്ന ക്രൂരമായ രാഷ്ട്രീയമാണ് അവർ എന്നും പിന്തുടരുന്നത്. ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പയറ്റിത്തെളിഞ്ഞ അതേ തന്ത്രങ്ങൾ ഇപ്പോൾ വെനസ്വലയുടെ മണ്ണിലും നടപ്പിലാക്കുന്നു. പക്ഷെ ലോകം ഇത് തിരിച്ചറിയുന്നുണ്ട്. അധികാരത്തിൻ്റെ ഗർവിൽ അമേരിക്ക നടത്തുന്ന ഈ വേട്ടയാടലുകൾക്ക് ചരിത്രം എന്നെങ്കിലും മറുപടി നൽകുക തന്നെ ചെയ്യും. കാരണം നീതിയുടെ മുഖം മൂടിയണിഞ്ഞ അനീതിക്ക് അധികകാലം ആയുസുണ്ടാകില്ല. ലോക സമാധാനത്തിൻ്റെ പേരിൽ ലോകത്തെ ചുട്ടരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഈ സാമ്രാജ്യത്വത്തിൻ്റെ മുഖം ഇന്ന് തിരിച്ചറിയപ്പെട്ടു കഴിഞ്ഞു. വെനസ്വലയുടെ കൊട്ടാരത്തിൽ നിന്നും അർദ്ധരാത്രിയിൽ ആ പ്രസിഡന്റിനെ പിടിച്ചിറക്കി കൊണ്ടുപോയവർ ഓർക്കുക, നിങ്ങൾ തട്ടിയെടുക്കുന്നത് ഒരു മനുഷ്യനെയല്ല, മറിച്ച് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെയാണ്. ആ ആത്മാവ് ഒരിക്കൽ ഉണരും. അന്ന് നിങ്ങളുടെ സാമ്രാജ്യത്വ കോട്ടകൾ തകർന്നടിയുക തന്നെ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും രേഖപ്പെടുത്തുക.